തമിഴ് സൂപ്പർ താരം സൂര്യയെ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത ബിഗ് ബഡ്ജറ്റ് ചിത്രം കങ്കുവ തിയേറ്ററിലെത്തി. ആദ്യ ഷോയ്ക്ക് ശേഷമുള്ള പ്രേക്ഷക പ്രതികരണം പക്ഷേ സമ്മിശ്രമാണ്. ഫാന്റസി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രത്തില് സൂര്യ വ്യത്യസ്തമായ ഇരട്ട വേഷത്തിലാണ് അഭിനയിച്ചത്. മുൻകൂട്ടി കുറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു സൂര്യയുടെ ആരാധകർക്ക്. ഏകദേശം 320 കോടി രൂപ ചെലവിലാണ് ഈ സിനിമ റിലീസ് ചെയ്ത്. വലിയ പ്രൊമോഷനായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സിനിമ 1000 കോടിയിലെത്തും എന്നതാണ് സൂര്യയുടെ ആരാധകരുടെയൊക്കെ പ്രതീക്ഷ. മികച്ച അഭിപ്രായമാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. പക്ഷെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് തിയേറ്ററിലേക്ക് പോയത്. പക്ഷേ അത്ര എത്തിയില്ല എന്നൊരു പ്രതികരണം ചില ആളുകൾ പറയുമ്പോൾ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ കിടിലനാണ്. സിനിമയുടെ മേക്കിംഗ്, വിഷ്വൽ എഫക്ട്സ്, DOP, അതിന്റെ മ്യൂസിക്, അതൊന്നും ഒരു രക്ഷയില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ചില ആളുകൾ വലിയ പ്രതീക്ഷകൾ വെച്ചിട്ടായിരിക്കാം ഈ സിനിമയ്ക്ക് അങ്ങനെ പോയത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞതുപോലെ സൂര്യയുടെ ചിത്രത്തിന് ഒരു സമ്മിശ്ര പ്രതികരണം കേരളത്തിൽ നിന്ന് വരാൻ കാരണം സൂര്യ കേരളത്തിൽ വന്ന് ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ കേരളത്തിൽ വന്ന സമയത്ത് വളരെയധികം ആളുകൾ കൂടിയിരുന്നു. ഇപ്പം ലുലു മാളിൽ നടന്ന ഒരു പ്രൊമോഷൻ പരിപാടിയിൽ തന്നെ ലുലു മാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രൊമോഷൻ പ്രോഗ്രാമായിട്ട് അത് മാറിയിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞു സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പടം ഏകദേശം 10,000 തിയേറ്ററിൽ, സൂര്യയെ സംബന്ധിച്ചിടത്തോളം അല്ല 10,000 തിയേറ്ററിൽ സിനിമ റിലീസാവുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയ വേൾഡ് വൈഡ് 10,000 തിയേറ്ററിൽ ഒരു സിനിമ റിലീസാവുന്നു. തമിഴും മലയാളവും ഹിന്ദിയും ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിയേറ്റർ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ചിത്രമായിരിക്കാം കങ്കുവ എന്ന് പറയുന്നത്. സൂര്യയെ സംബന്ധിച്ചിടത്തോളം സൂര്യക്കും കങ്കുവ എന്നൊരു ചിത്രം ഒരു മൈൽ സ്റ്റോൺ ആണ്. അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളിലും പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പടത്തിന്റെ ഒരു പ്രശ്നം പലരും ചൂണ്ടിക്കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തിരക്കഥ കുറച്ച് എന്താ പറയാ അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തിരക്കഥയല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. പല ആളുകളും തിരക്കഥ ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കണമായിരുന്നു. ശിവ എന്ന് പറയുന്ന ആളാണ് ഇത് സംവിധാനം ചെയ്തത്. അപ്പം സൂര്യക്ക് 2 വർഷത്തെ കാത്തിരിപ്പാണ് ഒരു സിനിമ. ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഈ എഫേർട്ട്, അദ്ദേഹത്തിന് നടത്തിയ തയ്യാറെടുപ്പുകളൊക്കെ വളരെ വലിയതാണ്. അപ്പോൾ തന്നെ ഈ ഒരു എന്താ പറയാ ഒരു മധ്യകാലഘട്ടത്തിലുള്ള ഒരു ആക്ഷൻ ഫാന്റസി ചിത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞതുപോലെ ഒരു മൈൽ സ്റ്റോൺ ആണ്. ഈ 320 കോടി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നത് ഇന്ത്യയിൽ അത്ര വലിയ ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തെലുങ്കിലൊക്കെ നോക്കുകയാണെങ്കിൽ 700-800 കോടിക്കൊക്കെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ 320 കോടിക്ക് ഒരു പടം ഇറങ്ങുമ്പോൾ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, ചൈനീസ്, പിന്നെ ഏതാ സ്പാനിഷ്, അങ്ങനെ പല ഭാഷകളിലാണ് ഇറങ്ങുന്നത്. അപ്പൊ അത്രയും ഭാഷകളിൽ ഇന്ത്യയിൽ തന്നെ 5 ലാംഗ്വേജിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഷകളിൽ ഇറങ്ങുമ്പോൾ 10,000 തിയേറ്ററിൽ ഈ ഒരു പടം, അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയും പെട്ടെന്ന്, പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യയുടെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് 1000 കോടിയിലേക്ക് ഈ സിനിമ എത്തും എന്ന് പ്രതീക്ഷിച്ചത്. ഇതിൽ 2-3 കാര്യങ്ങൾ എടുത്തു പറയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല, ഇതിന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ട് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ അത്യാവശ്യം നമ്മളെ ബോറടിപ്പിക്കാത്ത ഒരു സിനിമ തന്നെയാണ് കങ്കുവ എന്നതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.